ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം സാളഗ്രാമമാണെന്ന വിവരാവകാശ മറുപടി തിരുത്തി ഗുരുവായൂർ ദേവസ്വം ബോർഡ്. പാതാള അഞ്ജനശില കൊണ്ടാണ് മൂലവിഗ്രഹം സൃഷ്ടിച്ചിട്ടുള്ളതെന്നും മറിച്ചുള്ള മറുപടി തെറ്റിദ്ധാരണ മൂലമാണെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡും ബോർഡ് പുറത്തിറക്കിയ പുതിയ പഞ്ചാംഗവും അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയത് ജനം ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനം ടിവി ഇമ്പാക്ട്. ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിലെ മൂലവിഗ്രഹം ഏതു വസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന വിവരമാണ് വിവരാവകാശ രേഖയിലൂടെ തേടിയിരുന്നത്. ലഭിച്ച മറുപടിയിൽ ക്ഷേത്രവസ്തുക്കളുടെ പട്ടികയിൽ മൂലവിഗ്രഹം സാളഗ്രാമം എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതേസമയം ഗുരുവായൂർ മൂലക്ഷേത്ര വിഗ്രഹം പാതാള അഞ്ജനശില എന്ന അപൂർവ വസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നത് 2024 ക്ഷേത്ര പഞ്ചാംഗത്തിലായിരുന്നു. എന്നാൽ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം സാളഗ്രാമമാണെന്ന വിവരാവകാശ മറുപടി തിരുത്തി ഗുരുവായൂർ ദേവസ്വം ബോർഡ് രംഗത്തെത്തി. പാതാള അഞ്ജനശില കൊണ്ടാണ് മൂലവിഗ്രഹം സൃഷ്ടിച്ചിട്ടുള്ളതെന്നും മറിച്ചുള്ള മറുപടി തെറ്റിദ്ധാരണ മൂലമാണെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയതിനെ തുടർന്ന് വിവരാവകാശ പ്രവർത്തകൻ MK ഹരിദാസ് വിശദീകരണം തേടിയതിനെ തുടർന്നാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ തെറ്റുതിരുത്തൽ. ക്ഷേത്രഭരണം കൈയാളുന്നവർക്ക് ക്ഷേത്രത്തിലെ മൂലവിഗ്രഹത്തിൻ്റെ സാന്നിധ്യവും അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള വിവരമെങ്കിലും വേണം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പോലും അറിയാത്തവരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഭരണസാരഥികൾ എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അത് ജനം ടിവിയിലൂടെ അറിഞ്ഞ കോടിക്കണക്കിന് ഭക്തർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ് ചെയ്തത്. പക്ഷേ അത് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളത് തിരുത്താൻ തയ്യാറാണ്. ഗുരുവായൂരിലെ ക്ഷേത്ര വിഗ്രഹം സാളഗ്രാമമല്ല, അത് പാതാള അഞ്ജനശില അഥവാ അഞ്ജനക്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി ഗുരുവായൂർ ദേവസ്വം തന്നിരിക്കുകയാണ്. ഇത് ഭക്തരിൽ വളരെ വലിയ തോതിൽ ഒരു ആശ്വാസം പകരുന്ന ഒരു വാർത്തയായിട്ടാണ് തോന്നുന്നത്. ഇതിന് ജനം ടിവിയുടെ ഈ മുഴുവൻ സമയ സപ്പോർട്ടും ഉണ്ടായതിൽ അങ്ങേയറ്റം ഞാൻ കൃതാർത്ഥനാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ജനം ടിവി കാണിച്ച ആ ശുഷ്കാന്തിയെ പറ്റിയും നന്ദി അറിയിച്ചുകൊള്ളും. ശതകോടി ഭക്തരുടെ വികാരമായ ഗുരുവായൂർ ക്ഷേത്രവും അവിടുത്തെ പ്രതിഷ്ഠയും സംബന്ധിച്ച ആധികാരികമായ വിവരം ദേവസ്വം ബോർഡിന്റെ പക്കലില്ല എന്നുള്ളത് ഗുരുതരമായ കൃത്യവിലോപമായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. ജനം, കൊച്ചി.